ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. നാം തുടരെ ചിന്തിച്ചു വന്ന ഒരു വിഷയം ശുദ്ധ ഹൃദയം എന്നുള്ള വിഷയമായിരുന്നു. ശുദ്ധ ഹൃദയം, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം തന്നെ. ദൈവസ്നേഹം ഉളവാകുന്നത് ഒരു ശുദ്ധ ഹൃദയത്തിലാണ്. ശുദ്ധമായൊരു ഹൃദയമുണ്ടെങ്കിൽ, ഒരു വിശുദ്ധമായ ഹൃദയമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുള്ള പരമാർത്ഥതയുള്ള ഒരു ശുദ്ധ ഹൃദയമുണ്ടെങ്കിൽ, ഒരു നിഷ്കളങ്ക ഹൃദയമുണ്ടെങ്കിൽ ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകതകളാണ് നാം ചിന്തിച്ചു വന്നത്. ഒന്നാമത്തെ കാര്യം നാം ചിന്തിച്ചു എന്താണ്? അത് നന്ദിയുള്ളൊരു ഹൃദയമാണ്. ദൈവത്തിന് നന്ദിയുള്ള ഹൃദയം. രണ്ടാമത്തെ കാര്യം എന്താണ്? അത് നിത്യജീവന് വേണ്ടി കാക്ഷിക്കുന്നതായൊരു ഹൃദയമാണ്. നിത്യജീവന് വേണ്ടി, അതിനുവേണ്ടി ഒരു സുപ്രീം പ്രയോറിറ്റി കൊടുക്കുന്ന ഹൃദയമാണ് ഒരു ശുദ്ധ ഹൃദയം. ശുദ്ധമായൊരു ഹൃദയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ ഉദ്ദിഷ്ട താല്പര്യങ്ങളോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളോ, ഈ ലോകത്തിൽ ഉന്നതനാകണമെന്നുള്ള ആഗ്രഹമോ, അല്ലെങ്കിൽ എല്ലാം വെട്ടിപ്പിടിച്ച ഇവിടെ ഒരു സമ്പന്നനാകണമെന്നുള്ള ആഗ്രഹമോ, എല്ലാവരെക്കാളും വലിയ മാന്യനാകണമെന്നുള്ള ആഗ്രഹമോ, ഇതൊന്നും ഒരു ശുദ്ധ ഹൃദയത്തിൽ ഉണ്ടാകുകയില്ല. കാരണം ഇതെല്ലാം ഒരു സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ്. നല്ല ആഗ്രഹങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഒരു നല്ല ഹൃദയത്തിൽ നിന്നാണ്, ശുദ്ധ ഹൃദയത്തിൽ നിന്നാണ്. ഒരു മനുഷ്യൻ്റെ ആളത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയമാണ്. അത് അവൻ്റെ കേന്ദ്ര ബിന്ദു, ഒരു മനുഷ്യൻ്റെ ആളത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദു അവൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം ശുദ്ധമാണെങ്കിൽ ആ മനുഷ്യൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവന് സാധിക്കും. അവൻ ദൈവത്തെ കാണുവാൻ സാധിക്കും. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സഹിത്വം, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവന് ഭക്തനാകും. തൻ്റെ സഹിത്വം ദൈവം, അവൻ്റെ കമ്പാനിയൻഷിപ്പ് ദൈവം അവന് നൽകുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ നിത്യജീവൻ എന്ന് പറയുന്നത്? നിത്യജീവൻ കിട്ടാൻ അതിൻ്റെ ഒരു കണ്ടീഷനാണ് സുപ്രീം പ്രയോറിറ്റി. എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിത്യജീവന് കൊടുക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിലുള്ള എന്തിനേക്കാളും ആരെക്കാളും കൂടുതലായിട്ട് ഞാൻ യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെയോടുകൂടിയുള്ള സ്വർഗീയ വാസവും ഞാൻ ആഗ്രഹിക്കണം. അത് ഏത് നിമിഷവും. പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ എളുപ്പമാണ്, വളരെ കോസ്റ്റ്ലി ആയൊരു കാര്യമാണ്. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, വളരെ കോസ്റ്റ്ലി ആയൊരു കാര്യമാണ് ഈ പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വർഗരാജ്യത്തിൽ എത്തണമോ അത് കൂടിയേ കഴിയൂ. ദൈവമേ, നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ജീവൻ്റെ വഴി അത് കണ്ടെത്തുന്നവർ പോലും ചുരുക്കമാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോകത്തിലേക്കുള്ള ഈ വിശാലമായ വഴിയിൽ കൂടെ, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും അത്രേ, വാതിൽ വീതിയുള്ളതുമാണ്. എത്ര പേർക്ക് വേണമെങ്കിലും കടക്കാം, എത്ര മെജോറിറ്റി ഉണ്ടെങ്കിലും കടക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ ജീവങ്കിലേക്കുള്ള വഴി അത് ഇടുക്കമുള്ളതാണ്. ആ വാതിൽ ഞെരുക്കമുള്ളതാണ്. വാതിൽ ഇടുങ്ങിയതും വഴി ഇടുക്കമുള്ളതുമാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കം എത്രയേ എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ വഴി കണ്ടെത്താൻ പോലും ചുരുക്കമാണ്. എന്തേ പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് എത്രയോ പേര് നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് തന്നെ ജീവിക്കുന്നു, ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ജീവിക്കുന്നു, നാമധേയ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുമല്ലോ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേര് അതിനെക്കുറിച്ച് ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ഒരു നിത്യജീവൻ എന്ന് പറയുന്ന ഒരു കാംക്ഷ, ഒരു ഇൻറ്റൻസ് ഡിസയർ, ഒരു വെഹിമൻ ഡിസയർ എത്ര പേർക്കുണ്ട്? എനിക്ക് കിട്ടിയേ അടങ്ങൂ എന്നുള്ള നിർബന്ധം നമുക്ക് എത്ര പേർക്കുണ്ട്? അങ്ങനെയുള്ളവർക്കേ കിട്ടുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വചനാടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്, വെറുതെ ഒരു പ്രസ്താവന പറയുന്നതല്ല നിങ്ങളോട്. എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിത്യജീവൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? അതൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം നമുക്ക് വായിക്കാം. 5-ാം അധ്യായം
അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, നാം ഓരോരുത്തരും ബോൺ അഗെയിനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഞാൻ ജനിച്ചു, പക്ഷേ ഞാൻ ക്രിസ്തുവിൽ ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. നമ്മളെ തന്നെ പരിശോധിക്കണം. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചുവോ, ഞാനൊരു ബോൺ അഗെയിൻ ആണെന്ന് ദൈവത്തിലെ നിനക്ക് പറയണമെങ്കിൽ പാപം ചെയ്യുന്നില്ല, ഉറപ്പാക്കണം. മരണപര്യന്തം ദൈവമേ ഒരു പാപം എന്നിൽ വരില്ല കർത്താവേ, നിങ്ങൾ തീരുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, പാപത്തിന്മേൽ ജയമെന്ന് പറയുന്നത് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇന്ന പാപം വരികയില്ല എന്ന് ഓരോ പാപവും കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവേ ഇനി ഒരിക്കലും പാപം വരികയില്ല എന്ന് നിർണയം നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നീ ജയിച്ചു മുന്നോട്ട് പോകാം, ജയാളിയായി നിൽക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പാപം ഇല്ലെങ്കിൽ നിനക്ക് ആശ്വാസത്തിന് വകയുണ്ട്. പാപം ചെയ്യുന്നുണ്ടെങ്കിലോ ദൈവത്തിന് സ്തോത്രം, നമുക്ക് ഈ കാര്യം നടക്കാതെ പോകും. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ വായിക്കാം, 5-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ജാഗ്രത. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അവൻ ദുഷ്ടൻ തൊടാതെ, പിശാച് തൊടാതെ അവനെ തന്നെ സൂക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തന്നെത്താൻ സൂക്ഷിക്കുന്നു. അയ്യോ, എനിക്ക് ആ വഴി പോകാൻ പാടില്ല. ഒരാഗ്രഹം വന്നു, അയ്യോ അത് മലിനമായ ആഗ്രഹമാണ്, ദൈവം ദുഃഖിക്കുന്ന ആഗ്രഹമാണ്. ഒരു ചിന്ത വന്നു, കർത്താവെ ഇപ്പോഴേ തന്നെ അതിനെ കത്തിവെക്കുന്നു, ആ ചിന്ത വേണ്ട, അത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന ചിന്തയാണ്. ഒരു വാക്ക് പറഞ്ഞു പോയി, കർത്താവേ ക്ഷമിക്കണമേ, തെറ്റിപ്പോയി കർത്താവേ, ദൈവമേ ഞാൻ പറയാൻ നീ ആഗ്രഹിക്കാത്തൊരു വാക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ മക്കളോട് പറഞ്ഞു. ഞാൻ പലപ്പോഴും അഹങ്കാരത്തോടെ എൻ്റെ ഭർത്താവിനോട് പെരുമാറി. ദൈവമേ, എൻ്റെ ഭാര്യയോട് ഞാൻ പലപ്പോഴും ഒരു വില കുറഞ്ഞവളെ പോലെ പെരുമാറി. എൻ്റെ മക്കളെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ശിക്ഷിച്ചു. ദൈവമേ, കോപത്തോടെ ശിക്ഷിച്ചു. ദൈവമേ, സമൂഹത്തിൽ ഞാൻ ഇടപെട്ട രംഗങ്ങളിലെല്ലാം എൻ്റെ സ്വാർത്ഥതയും എൻ്റെ സ്വയവും അവിടെയെല്ലാം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. കർത്താവേ, ഇതെല്ലാം തെറ്റിപ്പോയി. ദൈവമേ അതെല്ലാം എൻ്റെ സ്വയമായിരുന്നു. ദൈവത്തിൽ ജനിച്ചതിനാൽ പാപം ചെയ്യാനും കഴിയുന്നതുമല്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. ദുഷ്ടനവനെ തൊടുന്നതുമില്ല. നിർണയമാണ്. ഞാൻ ഈ പാപം ചെയ്യില്ല. ഇന്ന പാപം, മദ്യപാനം എന്നേക്കുമായി നിർത്തി. ഇനി ഒരിക്കലും ആ കാര്യം ചിന്തിക്കുക പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. ഡെഡ് ബോഡിയുടെ അടുത്ത് മദ്യം കൊണ്ട് കൊടുത്താൽ കുടിക്കുമോ? ഞാൻ പാപത്തിന് മരിച്ചു, പാപസംബന്ധമായി മരിച്ചു. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത്. ദൈവവേദലേ, രണ്ടാമതൊരു പാപം ചെയ്യാൻ നിനക്ക് പദ്ധതി ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി യേശു മരിച്ചിട്ടില്ല. രണ്ടാമതൊരു പാപം ചെയ്യാൻ നിൻ്റെ ഹൃദയം ഇനി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിനക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ യേശു നിനക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നാം പാപം സംബന്ധിച്ച് ഞാൻ മരിച്ചു, പാപത്തിന് മരിച്ചു. ഇനി ആ പാപമില്ല. ഇനി നുണ പറയുകയില്ല. ഇനി മറ്റാരെയും പ്രസാദിപ്പിക്കാൻ ഒരു വാക്ക് പറയുകയില്ല. എൻ്റെ ദൈവമേ, ഞാൻ പാപത്തിന് മരിച്ചു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ഞാനൊരു നീതിമാൻ. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കവർ ചെയ്യപ്പെട്ട്, യേശുവിൻ്റെ രക്തം എന്നെ വലയം ചെയ്യപ്പെട്ട ഒരവസ്ഥയിൽ കർത്താവേ, ഒരു പാപം പോലും ഇനി പിതാവാൻ ദൈവം നോക്കുമ്പോൾ, അല്ല പിശാച് നോക്കുമ്പോഴും കാണാതെ വണ്ണം യേശുവിൻ്റെ രക്തം എന്നെ മറന്നിരിക്കുന്ന, എന്നെ വളയം ചെയ്തിരിക്കുന്നതായ അവസ്ഥയിൽ കർത്താവേ, ഞാൻ യേശുവിനോട് കൂടെ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു നിർണയം പ്രിയപ്പെട്ടവരെ നമ്മിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരാണ് ഈ ഒരു ശുദ്ധഹൃദയത്തിൻ്റെ ഉടമയായി മാറുന്നത്. അവരുടെ സ്വഭാവമാണത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അടുത്ത വാക്യം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. സത്യദൈവത്തെ അറിയുവാൻ വിവേകം തന്നുവെന്നും നാം അറിയുന്നു. സത്യദൈവത്തെ ഈ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നു. വചനമായ ദൈവം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അവൻ തന്നെ നമുക്ക് തന്നു. യേശുവിനെ തന്നെ നമുക്ക് തന്നു. വചനം തന്നു.
പ്രിയപ്പെട്ടവരെ, തന്നെ തന്നപ്പോൾ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തി. ദൈവിക സ്വഭാവം ഭൂമിയിൽ ഒരു മനുഷ്യനെപ്പോലെ ജീവിച്ച് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു. നമ്മളാരും പൂർണ്ണ മനുഷ്യരല്ല, പൂർണ്ണതയുള്ള മനുഷ്യരല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണതയോടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചു തന്നു. അവൻ്റെ മാതൃക പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അവൻ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. അനേക പാപികൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിക്കുവാൻ തയ്യാറായി. പിതാവിൻ്റെ ഇഷ്ടം അതുപോലെ നിവർത്തിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവ ഇഷ്ടത്തിന് അവൻ സമർപ്പിച്ചു കൊടുത്തു. തൻ്റെ ജീവനെ അവൻ വെച്ചു തന്നതിനാൽ സ്നേഹമെന്നത് നാം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശുക്രിസ്തു സത്യദൈവം ഭൂമിയിലേക്ക് വന്നുവെന്നും ദൈവത്തെ അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു, നമുക്ക് കൃപ ലഭിച്ചു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. ക്രിസ്തുവിലാകുന്നു ഞാൻ, ഇൻ ക്രൈസ്റ്റ്. ആ യേശുവിനെ ഞാൻ വിശ്വസിച്ചപ്പോൾ, എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുവേ എന്ന് ഞാൻ സ്വീകരിക്കുന്നുവെന്ന് നാം വാക്ക് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ ചങ്കിലേക്ക് എഴുന്നള്ളി വന്നു. ഞാൻ അവനിലായി, ക്രിസ്തു എന്നിലും ഞാൻ അവനിലുമായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? അതോ യേശു ഇന്ന് നിങ്ങളിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിലാണോ നാം ജീവിക്കുന്നത്? യേശുവിലാണോ നാം ചിന്തിക്കുന്നത്? യേശുവിലാണോ നാം പ്രവർത്തിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിൻ്റെ വിഷയമല്ലേ ഇത്? ഞാൻ കരയുന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം പറയുമെങ്കിൽ ദൈവമേ, എൻ്റെ പ്രകൃതം മാറിയിട്ടില്ലല്ലോ. യേശു ആഗ്രഹിക്കുന്ന പോലെ പ്രകൃതം വന്നില്ലല്ലോ. ഞാൻ യേശുവിൻ്റെ ചങ്കിനകത്ത് വസിക്കുവാനുള്ള വിശുദ്ധി എനിക്കില്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ പ്രകൃതവും എൻ്റെ സ്വഭാവവും ഇന്നൊന്നും ആയിട്ടില്ലല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, ഇന്ന് പൂർണ്ണമായി കഴുകി കർത്താവേ, ഒരു വിശുദ്ധനാക്കി എന്നെ തീർക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. എൻ്റെ ദൈവം കരുണയല്ലേ പ്രിയപ്പെട്ടവരെ? അവൻ സ്നേഹം മാത്രമല്ലേ? അവൻ കൈവിടുകയില്ല കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ച് തരും. പ്രിയപ്പെട്ടവരെ, ഈ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും. യേശുവേ, നിനക്ക് എൻ്റെ ചങ്കിൽ, ദൈവമേ, നിനക്ക് എൻ്റെ ഹൃദയത്തിൽ കംഫർട്ടബിളായിട്ട് സുഖകരമായി ദൈവമേ ജീവിക്കുവാൻ തക്കവണ്ണം, ഒരായിരിക്കാൻ തക്കവണ്ണം ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയം നിനക്ക് തരുന്നു കർത്താവേ, നിൻ്റെ കൈകളിൽ തരുന്നു. നീ എൻ്റെ ചങ്കിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നിൽ നീ വസിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആരാണപ്പോൾ നിത്യജീവൻ? എന്താണ് നിത്യജീവൻ? യേശുക്രിസ്തു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 21-ാം വാക്യത്തിൽ നാം വായിച്ചത്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഈ യേശു ചങ്കിൽ വന്നാൽ നീ നിത്യജീവൻ്റെ ഉടമയായി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ വാഞ്ചയായിരിക്കണം. വിശ്വാസ വീരന്മാരെക്കുറിച്ച് പൗലോസ്ലീഹ എഴുതിയ ലേഖനം, അതിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ സ്വഭാവം എന്തായിരുന്നു? പൂർവികരായ പുണ്യപിതാക്കന്മാർ, വിശ്വാസ വീരന്മാരായ നോഹ, ഹാനോക്ക്, ഹാബേൽ, അബ്രഹാം, സാറ, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായ ആ ആദിമകാല വിശുദ്ധ അല്ലെങ്കിൽ വിശ്വാസ വീരന്മാർ, അവരുടെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരോ, ഈ പിതാക്കന്മാർ, വിശ്വാസവീരന്മാർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അധികം നല്ലത്, ദൈവമേ, ഒരു പ്രിഫറൻസ്, വെറും പ്രിഫറൻസ് അല്ല, അതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. കിട്ടിയേ അടങ്ങൂ. നിത്യജീവൻ, അധികം നല്ലത്, സ്വർഗീയമായത്, യേശുക്രിസ്തു, ദൈവത്തോടു കൂടിയുള്ള വാസം. അവർ പലരും ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്താണ് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ? എക്സ്പീരിയൻസിങ് ദി വെരി പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും കിട്ടുക എന്ന് വെച്ച് കുടുംബജീവിതം വേണ്ടെന്ന് വയ്ക്കുന്നതല്ല, ഭാര്യ വേണ്ടെന്ന് വയ്ക്കുന്നതല്ല, ഭർത്താവ് വേണ്ടെന്ന് വയ്ക്കുന്നതല്ല, കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതല്ല. എല്ലാം ഉണ്ട്, എല്ലാം ദൈവിക ദാനം.
ആരോഗ്യം ദൈവം തരുന്നു, എല്ലാം ദൈവത്തിൻ്റെ ദാനം. പക്ഷേ ഇതല്ലാത്തവരും കൂടെ മുൻപന്തിയിൽ ഏറ്റവും മുമ്പിൽ ദൈവം, ഏറ്റവും മുമ്പിൽ ദൈവം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ വിട്ടൊരു കളിയില്ല. ലോകത്ത് എന്ത് കിട്ടാമെന്ന് വെച്ചാലും, കോടാനുകോടി രൂപ കിട്ടാമെന്ന് വെച്ചാലും, എൻ്റെ ദൈവത്തെ വിട്ടൊരു ഒരു ചലനം പോലും, ഒരു ആഗ്രഹം പോലും എന്നിൽ ഉണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിഫറൻസ്, ഒന്നാമത്തെ ആഗ്രഹം. അവർ കാംക്ഷിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ പിതാക്കന്മാർ കാംക്ഷിച്ചിരുന്നു. ഏറ്റവും ഉന്നതമായ സ്വർഗീയമായതിനെ തന്നെ അവർ കാംക്ഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട അവരോ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. പിന്നെ അടുത്ത വാക്യം, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എൻ്റെ ദൈവമേ, ദൈവത്തിന് ഈ ഹാനോക്കിനെയോ നോഹയെയോ അബ്രഹാമിനെയോ ഹാബേലിനെയോ അല്ലെങ്കിൽ ഇസ്ഹാക്കിനെയോ യാക്കോബിനെയോ അല്ലെങ്കിൽ സാറായെയോ എല്ലാം ഓർക്കുമ്പോൾ, പിന്നീട് വന്നതായ വിശ്വാസവീരന്മാരും അവരുടെ എല്ലാം പട്ടിക അപ്പോസ്തലൻ പറയുന്നുണ്ട്. ദൈവം അവരെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് ലജ്ജയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെക്കുറിച്ച് ദൈവം ലജ്ജിക്കുന്നുണ്ടോ? ഏറ്റവും വിലയേറിയതിനെ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞു. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആ വലിയൊരു ത്യാഗം, ഒരു ത്യാഗം നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്തു. അത് ഓർക്കുമ്പോൾ അതിന് അത്രമാത്രം വില ഞാൻ കൊടുക്കുന്നുണ്ടോ? അത്രമാത്രം ഞാൻ വില കൊടുത്തത് ദൈവമേ, അതിൻ്റെ ആ ഫലപ്രാപ്തി, ആ നിത്യജീവൻ ഞാൻ പ്രാപിക്കും. എൻ്റെ യേശുവിനെ, എൻ്റെ ദൈവമേ, എൻ്റെ ചങ്കിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ നിനക്ക് സാധിച്ചെങ്കിൽ പോലും ഇന്നും ആ യേശു നിൻ്റെ ഹൃദയത്തിലുണ്ടോ? ഉറപ്പാക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിത്യജീവനാണോ എൻ്റെ ലക്ഷ്യം? നിത്യജീവനെ നീ കാക്ഷിക്കുന്നുണ്ടോ? എന്ത് വില കൊടുത്തും ഞാൻ നിത്യജീവൻ എനിക്ക് പ്രാപിക്കണം, യേശുവിനെ എനിക്ക് കിട്ടണം, യേശുവിനെ കൂടാതെ ജീവിതമില്ല, യേശുവിൻ്റെ കൂടെ ജീവിക്കണം, സ്വർഗരാജ്യത്തിൽ എനിക്ക് എത്തിയേ പറ്റൂ. കടന്നുപോയ വിശുദ്ധന്മാരെ എനിക്ക് കണ്ടേ പറ്റൂ. ഞാൻ പറയാറുണ്ട്, കടന്നുപോയ എൻ്റെ വിശുദ്ധന്മാരെ ദൈവമേ ഞാൻ അറിയുന്നതും ഞാൻ സ്നേഹിച്ചിരുന്നതുമായ വിശുദ്ധന്മാരെ എനിക്ക് കാണണം. എൻ്റെ മാതാവിനെ കാണണം, എൻ്റെ പിതാവിനെ കാണണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരനെയും സഹോദരിയെയും എൻ്റെ കുഞ്ഞുമോനെയും ദൈവമേ, 4 മാസം പ്രായമായപ്പോൾ കടന്നുപോയ എൻ്റെ കുഞ്ഞുമോനെ എനിക്ക് കാണണം. കർത്താവെ, നേരിട്ട് കണ്ട് ദൈവമേ അവരോടൊത്ത് നിന്നെ സ്തുതിക്കണം. എൻ്റെ ആഗ്രഹം ഞാൻ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം എൻ്റെ ദൈവമേ, എനിക്ക് ഒന്നാമത്തെ എൻ്റെ ലക്ഷ്യം, എൻ്റെ ആഗ്രഹവും ദൈവരാജ്യം, സ്വർഗരാജ്യത്തിൽ എനിക്ക് എത്തണം, നിത്യജീവൻ അവകാശമാക്കണം, യേശുവിൻ്റെ കൂടെ എത്തണം, അവൻ്റെ വിശുദ്ധന്മാരുടെ നിരയിൽ എനിക്ക് നിൽക്കണം. ഹല്ലേലൂയ. അവനെ സ്തുതിക്കണം, അവനെ ആരാധിക്കണം. കണ്ണുനീരില്ലാത്ത രാജ്യത്ത്, ഓ ദൈവമേ, പട്ടിണിയില്ലാത്ത രാജ്യത്ത്, ദൈവമേ, യാതൊരു അലങ്കോലങ്ങളും ഇല്ലാത്ത രാജ്യത്ത്, ദൈവമേ, വിശുദ്ധന്മാരോടൊത്ത് അവിടെ യേശുവിനെ സ്തുതിക്കുന്ന ഒരേ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് എത്തിപ്പെടണം. ഈ ലോകത്തിലുള്ള യാതൊരു ടെൻഷനോ അല്ലെങ്കിൽ വേറൊരു സമ്മർദ്ദങ്ങളോ അവിടെ ഇല്ല പ്രിയപ്പെട്ടവരെ. യേശുവിനെ പോലെയുള്ളവർ, യേശുവിൻ്റെ സ്വഭാവമുള്ളവർ എല്ലാവരും അവിടെ ഒരുമിച്ച് നിന്ന് മാലാഖമാരോടൊത്ത് യേശുവിനെ സ്തുതിക്കുന്നതായ സ്വർഗീയ അനുഭവം നിങ്ങൾ ദാഹിക്കണം. നിങ്ങളത് ഏറ്റവും കൂടുതലായി ലോകത്തൊന്നുമില്ലെങ്കിലും വേണ്ടില്ല, കർത്താവേ എനിക്കത് തന്നേ പറ്റൂ. നിങ്ങൾ കൊതിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരാഗ്രഹം നമുക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം വായിച്ചത്? ആ വാക്യം, അതിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത് പിതാക്കന്മാരുടെ, ആ കടന്നുപോയ വിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ ഒന്നാം സ്ഥാനം അതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിത്യജീവനായ ക്രിസ്തു നമ്മുടെ സുറിയാനി സഭയുടെ ആരാധനയിൽ വിശുദ്ധ കുർബാനയുടെ അവസാനത്തെങ്കിൽ ആ ബഹുമാനപ്പെട്ട വൈദികൻ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താണെന്നറിയാമോ? കാസായും വീലാസായും, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എഴുന്നള്ളിച്ച് ജനത്തിൻ്റെ മുമ്പിലേക്ക് അഭിമുഖമായി നിന്നുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയിൽ സംബന്ധിച്ച് പരിശ്രമിക്കുന്നവരും സംബന്ധിക്കാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ.
ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ആ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുകയാണ്. തിരുശരീര രക്തങ്ങൾ, യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവുമാണ് അനുഭവിക്കുന്നത്. അത് വിശ്വാസത്താൽ അനുഭവിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് മാത്രം അതേ ഒരേ ഒരു ലക്ഷ്യത്തോടെ യേശു ക്രിസ്തുവിനെ അനുഭവിക്കാൻ നോക്കി നിൽക്കുന്നവർക്ക് വേണ്ടി, അതിനുവേണ്ടി ഒരുക്കത്തോടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടി, കണ്ണീരൊഴുക്കി യേശുവിൻ്റെ പാദം നനച്ച് യേശുവിൻ്റെ പാദം കഴുകി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുതാപത്തോടെ കടന്നു വന്നിരിക്കുന്ന വിശ്വാസിക്ക് വേണ്ടിയാണ് ആ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ആകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. യേശു ക്രിസ്തുവാണ് അനുഗ്രഹം. യേശു ക്രിസ്തുവിനെ കൂടാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നിനക്ക് അനുഗ്രഹമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ ആരാധനയെല്ലാം ഞങ്ങൾ മാനിക്കുന്നു, ഞങ്ങളതെല്ലാം അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ സത്യവചനത്തിൽ അധിഷ്ഠിതമായ ആരാധന, അതെല്ലാം സഭയുടെ ക്രമീകരണങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിഹാഭക്തന്മാരർഹിക്കുന്ന മഹാഭാഗ്യം. ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും. ഉന്നത രാജ്യം, ശാശ്വതമായ ജീവിതം, നിത്യജീവൻ. ഉന്നതമായ സ്വർഗരാജ്യവും ശാശ്വതമായ നിത്യജീവനും നിർമ്മലർ മാത്രമേ, വിശുദ്ധർ മാത്രമേ അത് ആർജിക്കുകയുള്ളൂ, അത് സമ്പാദിക്കുകയുള്ളൂ. വിശുദ്ധർക്ക് മാത്രം, ശുദ്ധ ഹൃദയമുള്ളവർക്ക്, വിശുദ്ധന്മാർക്കായി കാക്കപ്പെടുന്ന ഉദ്യാനം സ്വർഗരാജ്യം. പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമാണ് കാക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും ഭക്തന്മാരർഹിക്കുന്നതായ മഹാഭാഗ്യം. മസിഹാഭക്തന്മാർ, സത്തമരായ അനുഗ്രഹിക്കപ്പെട്ടതായ മസിഹാഭക്തന്മാർ, ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭക്തന്മാർ അർഹിക്കുന്നതായ മഹാഭാഗ്യം. ആ മഹാഭാഗ്യം കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. യെശയ്യാപ്രവാചകൻ പറയും, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തതായ മഹാഭാഗ്യം, സ്വർഗരാജ്യം. എൻ്റെ ദൈവമേ, വർണ്ണനാതീതമായ സ്വർഗരാജ്യം. അതാരാ അനുഭവിക്കും? അത് മസിഹാഭക്തന്മാർ, യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച്, ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിച്ച്, ക്രിസ്തുവിനെ ഉള്ളിൽ പേറിക്കൊണ്ട് ജീവിക്കുന്നതായ ഒരു പറ്റം വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വേണ്ടി മാത്രമേ സ്വർഗം തുറക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നമ്മളാരും പോഷ്കിൽപ്പെട്ടു പോകരുത്, പോഷ്കിനടിമപ്പെട്ടു പോകരുത്. പ്രിയപ്പെട്ടവരെ, വല്ലതും പറയുന്നത് കേട്ട് ആരും പോഷ്കിൽപ്പെട്ടു പോകരുത്. യേശു ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ഇപ്പോൾ അവൻ എന്നെ കണ്ട് പ്രസാദിക്കുന്നുണ്ടോ? തിരുമുഖം ഇതാ എന്നെ കണ്ട് സന്തോഷിക്കുന്നുണ്ടോ? എന്നിൽ പ്രസാദിച്ചാണ് എൻ്റെ യേശു നിൽക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞു നോക്കണം, ഓരോ നിമിഷവും പരിശോധിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ ഏകാഗ്രമായൊരു ഹൃദയം, അതാണ് പിതാക്കന്മാരെക്കുറിച്ച് പറയുന്നത്. അവർ ആ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ ഏകാഗ്രമായി ഒരു ജീവിതമാണ് ആഗ്രഹിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ
ഉപായത്താൽ ചതിച്ചതുപോലെ എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ എരിവോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എരിയുകയാണ്. ദൈവവേദനയെ നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എരിയുകയാണ്. ക്രിസ്തു എന്ന ഏകപുരുഷനോടുള്ള നിൻ്റെ നിർമ്മലമായ ആ ഏകാഗ്രതയും നിർമ്മലതയും പരിശുദ്ധിയും വിശുദ്ധിയും ആ ഏകാഗ്രത, ക്രിസ്തുവിൽ തന്നെ ഏകാഗ്രമായ ഒരു ഹൃദയം, അതാണ് ശുദ്ധ ഹൃദയം. ക്രിസ്തുവിൽ ഏകാഗ്രമായ ഹൃദയം, ആ ഹൃദയവും നിർമ്മലതയും ആ ഏകാഗ്രതയും വിട്ടാൽ വഷളായിപ്പോയി, പിശാചിന് കയ്യിലായിപ്പോയി. പിശാച് നിന്നെ കശക്കി എറിയും, നിന്നെ നശിപ്പിക്കും, സമാധാനം നശിപ്പിക്കും, കുടുംബം നശിപ്പിക്കും, സമാധാനവും സന്തോഷവും ഇല്ലാതെയാകും. പ്രിയപ്പെട്ടവരെ അവൻ രോഗങ്ങൾ വരുത്തും, അവന് നഷ്ടങ്ങൾ വരുത്തും, കടബാധ്യതകൾ വരുത്തും. അവൻ നിന്റെ സമാധാനം മുഴുവനായിട്ട് പാടെ നശിപ്പിച്ചു കളയും. ഈ പിശാച് ഉള്ളിൽ കയറാതെ പ്രിയപ്പെട്ടവരെ എന്താണ് മാർഗം? യേശുവിനെ കെട്ടിപ്പിടിച്ചിരിക്കുക, ആ പുണ്യവാദം ചുംബിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ എരിവ് നിങ്ങൾ കാണണം. സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞവൻ്റെ എരിവ്, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ എൻ്റെ മകനെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ എൻ്റെ മകനെ വിട്ടുകൊടുത്തു. എന്നോടുകൂടെ സ്വർഗങ്ങളിൽ വസിച്ചുകൊണ്ട് എൻ്റെ മകനെ വിട്ടുകൊടുത്തിട്ടും അത് സ്വീകരിച്ചില്ലല്ലോ, അവനെ വിശ്വസിച്ചില്ലല്ലോ, അവൻ്റെ ക്രൂശ് മരണം വിശ്വസിച്ചില്ലല്ലോ, അവനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചില്ലല്ലോ. നിൻ്റെ കർത്താവാണോ എൻ്റെ യേശു? ദൈവവേദനേ, നിൻ്റെ കർത്താവാണോ അവൻ? നിൻ്റെ ഹൃദയത്തിൽ നാം വാഴുകയാണോ, നിന്നെ ഭരിക്കുകയാണോ എന്ന് തിരിഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ തലകളെ ഒന്ന് വണങ്ങാം, നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മെ തന്നെ പരിശോധിക്കാം. കർത്താവിൻ്റെ ക്രൂസ് നാട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അടുക്കിലേക്ക് എൻ്റെ യേശു വന്നിട്ടുണ്ട്. ആ രക്തം വാർന്നൊലിക്കുന്നതായ പൊന്നു കരവും അവൻ്റെ തിരുശരീരവും അവൻ്റെ കാലുകളുമായി അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ആണിപ്പാടുള്ള കാലുകളുമായി അവൻ വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും അടുത്ത് വന്നും കരഞ്ഞീട്ടി തെഞ്ചുകയാണ്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, ഞാൻ അതിലൊന്ന് വാഴട്ടെ, ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ, ഞാൻ നിൻ്റെ കടബാധകൾക്ക് ഒരു പരിധി തരട്ടെ, നിനക്കൊരാശ്വാസം തരട്ടെ, നിൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കട്ടെ, നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കട്ടെ, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരട്ടെ. ഈ ലോകത്തിൽ നിനക്ക് സമാധാനം ഞാൻ തരാം. എന്നാൽ നിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്നോടുകൂടിയുള്ള നിത്യജീവനായിരിക്കണം, സ്വർഗരാജ്യമായിരിക്കണം ലക്ഷ്യം. യേശുവേ, അതിനായി എന്നെ തന്നെ നിനക്ക് തരുന്നു, എൻ്റെ ഹൃദയം നിനക്ക് തരുന്നു, എനിക്കെല്ലാം നിനക്ക് തരുന്നു, എന്നെ തന്നെ യാഗമായി അർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ചങ്കിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, ഞാൻ നിൻ്റെ സ്വന്തം. എൻ്റെ യേശുവേ, എന്നെ രക്തം കൊടുത്ത് വിലക്ക് മേടിച്ച എൻ്റെ യേശുവേ, വിലയേറെ രക്തം കൊടുത്ത് എന്നെ വിലക്ക് മേടിച്ച എൻ്റെ യേശുവേ, ഞാൻ നിൻ്റെ സ്വന്തം. യേശുവേ, നീ എൻ്റെ സ്വന്തം. അടിയനെ സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിൻ്റെ മക്കളോട് നിൻ്റെ കർത്താവ് മനസ്സറിഞ്ഞതിനാൽ സ്തോത്രം. അടികളെല്ലാവരെയും താഴ്ത്തി തരുന്നു. അപ്പാ ദൈവമേ, നിത്യജീവന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ, രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ, സകല നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.